വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ സഹ്യന്റെ മകൻ എന്ന കവിതയെ ആധാരമാക്കിയുള്ള നാടകാവിഷ്കാരം. നെഞ്ചു പിളർക്കുന്ന വെടിക്കെട്ടിനൊപ്പം പന്തവും പൂരവും സമന്വയിപ്പിച്ച് കവിതയുടെ അന്തസത്ത ഒരിറ്റുപോലും നഷ്ടപ്പെടുത്താതെ സഹ്യന്റെ മകനെന്ന നാടകം സംവിധായകൻ ശങ്കർ വെങ്കിടേശ്വരൻ രംഗവൽക്കരിച്ചു. രംഗഭാഷയിലേക്ക് കവിതയെ മാറ്റിയെടുക്കുമ്പോഴും വരികളിന്മേലുള്ള ഓരോ ചെറുസ്പർശനവും ആന്തരികവും ബാഹികവുമായ യാഥാർത്ഥ്യങ്ങളെ സംഘർഷഭരിതമാക്കി. ആനക്കറുപ്പും ആനക്കൊമ്പും ആനച്ചന്തവും മലയാളിയുടെ മനസ്സിലെ ആനചിഹ്നങ്ങളാണ്. ആ ചിഹ്നങ്ങൾ, ചലനങ്ങൾ വേദിയിൽ അനായാസവും അത്ഭുതകരവുമായി. താളത്തിനൊത്തു ചലിക്കുന്ന ഇന്ത്യൻ അവതരണ ശൈലിയും നിശബ്ദ താളങ്ങളിലെ ജാപ്പാനീസ് ശൈലിയും സമന്വയിപ്പിക്കപ്പെട്ട സംഗീത സംവിധാനം. കടും നിറങ്ങൾ കൂടെ സന്നിവേശിപ്പിക്കപ്പെട്ട വേദിയിൽ വികാരോജ്വല മുഹൂർത്തങ്ങളെ അമൂർത്തമാക്കി. വിഭ്രാന്തനായ കൊമ്പനെ മിക്കാരി എന്ന നടിയാണ് പൂർണ്ണതയിലെത്തിക്കുന്നത്. കാട്ടാനയുടെയും കാടിന്റെയും നനുനനുപ്പും ആർദ്രതയും പകരുന്നതോടൊപ്പം നിലക്കണ്ണാടിക്ക് മുന്നിൽ ഒരാർത്തനാദത്തോടെ വീഴുന്ന സ്ത്രീരൂപത്തിലേക്ക് കവിതയുടെ സത്തയെ നയിക്കുമ്പോൾ നാടകത്തിന് കവിതയിൽ നിന്നു മാറി പുതിയൊരർത്ഥതലം കൈവരുന്നു. കാട്ടുവഴികളിലൂടെ നടന്നു നീങ്ങുന്ന കാട്ടുകൊമ്പന്റെ മദപ്പാടും ചടുല താളക്രമങ്ങളും നിശബ്ദ ചലനങ്ങളും സമന്വയിപ്പിച്ച് ആന്തരികവും ബാഹ്യവുമായ യാഥാർത്ഥ്യങ്ങളെ ബിംബവൽക്കരിച്ചുകൊണ്ടുള്ള വ്യതിരിക്തമായ രംഗവൽക്കരണമായി തീർന്നു ശങ്കർ വെങ്കിടേശ്വരൻ എന്ന സംവിധായകന്റെ കയ്യിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ സഹ്യന്റെ മകൻ എന്ന കവിത.